വെൽക്കം ടു അവർ കൊമേഴ്സ് ക്ലാസ് റൂം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിയെ കുറിച്ചാണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ആണ് സെബിയുടെ സിംബൽ. ഇതൊന്ന് ഓർത്ത് വെക്കുക. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. സെബിയെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ഇൻഫർമേഷൻസ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം ഏതാണെന്ന്. The Securities and Exchange Board of India was established in April 12, 1992 in accordance with the provisions of Securities and Exchange Board of India Act 1992. അപ്പോൾ 1992 സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നമ്മൾ ഏപ്രിൽ 12 സെബി എന്ന് പറയുന്ന ഈ റെഗുലേറ്റിംഗ് അതോറിറ്റീനെ നമ്മൾ ഫോം ചെയ്തെടുത്തത്. പ്രധാനമായിട്ടും സെബിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റുകളെ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെബിക്ക് കൊടുത്തിരിക്കുന്ന ചുമതല. അപ്പോൾ ഏത് വർഷമാണ് നമ്മൾ ഇതിനെ ക്രിയേറ്റ് ചെയ്തതെന്ന് ഓർക്കുക. ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഏപ്രിൽ 12, 1992. സിംബലും ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് സെബി ക്യാപിറ്റൽ മാർക്കറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം പരിശോധിച്ചപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. മണി മാർക്കറ്റിനെ ഫുള്ളി കൺട്രോൾ ചെയ്യുന്നത് RBI ആയിരിക്കും. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിനെ ഫുള്ളി കൺട്രോൾ ചെയ്യുന്നത് സെബി ആയിരിക്കും. സെബിയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്നീ 3 കോർപ്പറേഷൻസ് അല്ലെ 3 അധികാരികളാണ് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സെബി ആയിരിക്കും. സെബി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി is a statutory authority. അതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് ടു ഡീൽ വിത്ത് ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധമുള്ള എല്ലാ കാര്യങ്ങളെയും പരിശോധിക്കുന്നതും ഡീൽ ചെയ്യുന്നതും സെബി ആയിരിക്കും. ഇറ്റ് ഈസ് ദ ഓൺലി റെഗുലേറ്ററി അതോറിറ്റി ടു റെഗുലേറ്റ് സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റുകളെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഏക അതോറിറ്റി, റെഗുലേറ്റിംഗ് അതോറിറ്റിയും നമ്മുടെ സെബി തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾസോ ദ അതോറിറ്റി India established to protect the interest of the investors in security. അപ്പോൾ സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന അതോറിറ്റിയാണ് സെബി അഥവാ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. It aims to promote the development of security markets too. ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുക മാത്രമല്ല, എന്തുകൂടെ ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റിന്റെ ഡെവലപ്മെന്റ് കൂടെ പ്രൊമോട്ട് ചെയ്യുന്നതും സെബി ആയിരിക്കും. ഇനി സെബിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റി. സെക്യൂരിറ്റിയിലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യുക, അത് മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ്. അത് എല്ലാവരും പഠിച്ചു വെക്കണം. സെബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലെ സെബി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കള്ളത്തര, ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാനും നമ്മളെ ഒരു രക്ഷകനായിട്ടൊക്കെ വരുന്നത് സെബി ആയിരിക്കും. ടു പ്രൊമോട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്. അത് നമ്മൾ നോക്കി സെക്യൂരിറ്റി മാർക്കറ്റുകളുടെ ഡെവലപ്മെന്റ്, എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, അവിടെ വരുത്തേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തുന്നതെല്ലാം സെബി ആയിരിക്കും. ഇനി സെക്യൂരിറ്റി മാർക്കറ്റുകളെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. അതുകൂടാതെ ടു പ്രൊവൈഡ് ഫോർ ദ മാറ്റേഴ്സ് കണക്റ്റഡ് വിത്ത് ഓർ ഇൻസിഡന്റൽ ടു ദ അഫോർസെഡ് പർപ്പസ്. ഇനി ഇങ്ങനെ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനും സെക്യൂരിറ്റി മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യാനും സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ എന്തെല്ലാം കാര്യങ്ങളിൽ തീരുമാനം എടുക്കണോ അതെല്ലാം തീരുമാനം എടുക്കുന്നതും ആര് തന്നെയായിരിക്കും? നമ്മുടെ സെബി ആയിരിക്കും. ഇനി സെബിക്ക് കുറച്ച് അധികാരങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മേക്ക് റൂൾസ്, ഗൈഡ് ലൈൻസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ഇഷ്യൂ നോട്ടിഫിക്കേഷൻസ് ആൻഡ് സർക്കുലർ ഫോർ ഡിസിപ്ലൈൻ ഗ്രോത്ത് ഓഫ് ദ സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റിലെ ഒരു അച്ചടക്കത്തോട് കൂടിയിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഗ്രോത്ത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് റൂൾസ് കൊണ്ടുവരിക, ഗൈഡ് ലൈൻസ് കൊണ്ടുവരിക, റെഗുലേഷൻസ് കൊണ്ടുവരിക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുക, സർക്കുലേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുക. ഇതൊക്കെ ആരുടെ പവറാണ്? സെബിയുടെ പവർ, അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. Issue directions in the interest of investors and orderly development of security market. ഇനി ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻസ് എല്ലാം ഇഷ്യൂ ചെയ്യുക. സെക്യൂരിറ്റി മാർക്കറ്റിനെ ഒരു ഓർഡർലി ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള അധികാരവും സെബിക്കായിരിക്കും. Regulate the functions of different market intermediary associated with security market. സെക്യൂരിറ്റി മാർക്കറ്റുമായിട്ട് ബന്ധമുള്ള പല മാർക്കറ്റ് ഇന്റർമീഡിയറീസ് ഉണ്ട്. അവരുടെ എല്ലാ ഫംഗ്ഷനുകളെയൂടെ റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരവും സെബിയിലായിരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത സെബിയുടെ ഒരു അധികാരം എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ഓർ സസ്പെൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഇന്റർമീഡിയറി. കുറേ ഇന്റർമീഡിയറീസ് അല്ലെ പാർട്ടിസിപ്പൻസ് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് വരുന്നുണ്ട്. അവരുടെ എല്ലാം രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ സ്വീകരിക്കാനോ ഒക്കെയുള്ള അധികാരം സെബിക്കായിരിക്കും.
പിന്നെന്താണ്? റെഗുലേറ്റ് ദ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാനുള്ള അല്ലെ ഇഷ്യൂയിങ് ഓഫ് ക്യാപിറ്റലിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരവും സെബിയിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇനി വരുന്ന കുറച്ച് അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ആൻഡ് റിന്യൂ റിക്കഗ്നിഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് പുതിയ റിക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഫിലിയേഷൻ എല്ലാം റിന്യൂ ചെയ്യാനും ഗ്രാൻഡ് ചെയ്യാനും പുതിയത് കൊടുക്കാനും പുതുക്കാനും ഒക്കെയുള്ള അധികാരമൊക്കെ സെബിക്കായിരിക്കും. കൺസിഡർ അപ്പീൽസ് എഗൈൻസ്റ്റ് ലിസ്റ്റിംഗ് റെഫ്യൂസൽ. ഇനി ഏതെങ്കിലും നമ്മൾ ലിസ്റ്റഡ് കമ്പനീസ് അൺലിസ്റ്റഡ് കമ്പനീസ് ഒക്കെ പറഞ്ഞ് ക്യാപിറ്റൽ മാർക്കറ്റിൽ കമ്പനികളെ തിരിക്കുന്നുണ്ട്. ആ സമയത്ത് അങ്ങനെ വല്ല റെഫ്യൂസലോ കാര്യങ്ങളോ ഒക്കെ കൊടുത്താൽ അതിൻ്റെ ഇപ്പോൾ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അത് തള്ളിപ്പോയെന്ന് വിചാരിക്കുക, അല്ലാതെ ക്യാൻസൽ ചെയ്തു എന്ന് വിചാരിക്കുക. ആ ക്യാൻസൽ ചെയ്ത ആ റെഫ്യൂസൽ തിരിച്ച് നമുക്കൊരു അപ്പീൽ കൊടുത്താൽ ആ അപ്പീൽ കൺസിഡർ ചെയ്യാനുള്ള അധികാരം സെബിക്കായിരിക്കും. ഈ കണ്ടക്ട് എൻക്വയറി ആൻഡ് ഓഡിറ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നമ്മൾ പൊതുവേ നമ്മളെല്ലാ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം നമ്മൾ നടത്തുന്നതാണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ അക്കൗണ്ടുകളെല്ലാം പരിശോധിക്കും. എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും അക്കൗണ്ടുകൾ പരിശോധിച്ച് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യും. അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് ഓഡിറ്റിംഗ് ഉണ്ട്. ആ ഓഡിറ്റിംഗ് നടത്തുന്നതും എൻക്വയറി നടത്തുന്നതിനുള്ള അധികാരമെല്ലാം സെബിക്കായിരിക്കും. ആക്ട് അഗൈൻസ്റ്റ് ഇഷ്യൂവേഴ്സ് ഫോർ വയലേഷൻസ് റിലേറ്റിംഗ് ടു ദ ക്യാപിറ്റൽ. ഇനി ക്യാപിറ്റൽ ഇഷ്യൂവായി സംബന്ധിച്ച് എന്തെങ്കിലും വയലേഷനോ വല്ലതും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കാനുള്ള അധികാരം സെബിക്കുണ്ടായിരിക്കും. ഇനി റെഗുലേറ്റ് ഡിസ്ക്ലോഷർ ഇൻ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്താ? നമ്മുടെ മെമ്മറണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനിയുടെ ലീഗൽ ഡോക്യുമെന്റുകളെ കുറിച്ചും ബർത്ത് സർട്ടിഫിക്കറ്റുകളെ കുറിച്ചും ഒക്കെ നമുക്കറിയാം. ഇനി പ്രോസ്പെക്റ്റുകൾ ഡിസ്ക്ലോസ് ചെയ്യാനുള്ള അധികാരം ആർക്കായിരിക്കും? സെബിക്കായിരിക്കും. ഇനി സ്പെസിഫൈ ഫോം ആൻഡ് കണ്ടന്റ് ഓഫ് പ്രോസ്പെക്ടസ്. അപ്പോൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത് എന്താ? പബ്ലിക്കിനെ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോസ്പെക്ടസ് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ കണ്ടന്റും ഫോർമാറ്റും ഒക്കെ നോക്കാനുള്ള അധികാരം സെബിക്കായിരിക്കും. പിന്നെ കമ്പനികൾക്ക് ഇൻകോർപ്പറേഷൻ കൊടുക്കാനുള്ള അധികാരം സെബിക്കായിരിക്കും. ഇൻസ്പെക്ട് കമ്പനീസ് ഒക്കെ കമ്പനികളുടെ പ്രവർത്തനങ്ങളെ അല്ലെ കമ്പനിയുടെ ഇടപാടുകളെല്ലാം ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരവും നമ്മൾ സെബിയിലാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഇനി മാനേജ്മെന്റ് ഓഫ് സെബി. സെബിയുടെ മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കുക. ആരൊക്കെയാണ് അതിൻ്റെ ഒഫീഷ്യൽ ബോഡിയിൽ വരുന്ന ആൾക്കാർ? ആരൊക്കെയാണ്? അത് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫീസ് ഓഫ് സെബി ഈസ് അറ്റ് ബോംബെ. ബോംബെയിലാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് അല്ലെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. 4 റീജിയണൽ ഓഫീസുകൾ സെബിക്ക് അവൈലബിൾ ആണ്. ന്യൂഡൽഹി, ചെന്നൈ, കൊൽക്കത്ത ആൻഡ് അഹമ്മദാബാദ്. 4 റീജിയണൽ ഓഫീസുകൾ സെബിക്കുണ്ട്. ബോംബെയാണ് പ്രധാനപ്പെട്ട ഓഫീസ്. അത് കൂടാതെ 4 റീജിയണൽ ഓഫീസും കൂടെ സെബിക്കുണ്ട്. ദ മാനേജ്മെന്റ് ഓഫ് ബോർഡ് ഓഫ് സെബി കൺസിസ്റ്റ് ഓഫ് 9 മെമ്പേഴ്സ്. സെബിയിലാകെ 9 മെമ്പേഴ്സ് ആണ് മാനേജ്മെന്റിൽ ഉള്ളത്. ഇതാരൊക്കെയാന്ന് നോക്കുക. ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും. 2 മെമ്പേഴ്സ് ഫ്രം ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ്. കോർപ്പറേറ്റ് അഫയേഴ്സിൽ നിന്നും മിനിസ്ട്രി ഓഫ് ഫിനാൻസിലും 2 അംഗങ്ങൾ ഉണ്ടായിരിക്കും. 1 നോമിനി ഫ്രം RBI. RBIയുടെ ഒരു നോമിനി ഇവിടെ ഉണ്ടായിരിക്കും. സെൻട്രൽ ഗവൺമെന്റിന്റെ മെമ്പേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് സെബി വർക്ക്സ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. സെബി ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ധനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് സെബി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബോംബെയിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. 4 റീജിയണൽ ഓഫീസുകളുണ്ട്. ന്യൂഡൽഹി, ചെന്നൈ, കൊൽക്കത്ത ആൻഡ് അഹമ്മദാബാദ്. 9 പേരാണ് അതിന്റെ മാനേജ്മെന്റിലുള്ളത്. അതാരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. അതുകൂടാതെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലാണ് സെബി പ്രവർത്തിക്കുന്നത്. അടുത്ത സെബിയുടെ ഫംഗ്ഷൻസ് ആണ്. 2 ഫംഗ്ഷൻസ് ആണ് സെബിക്കുള്ളത്. ഡെവലപ്മെന്റ് ഫംഗ്ഷൻ ആൻഡ് റെഗുലേറ്ററി ഫംഗ്ഷൻ. ഡെവലപ്മെന്റ് ഫംഗ്ഷൻ ആൻഡ് റെഗുലേറ്ററി ഫംഗ്ഷൻസ്. ഡെവലപ്മെന്റ് ഫംഗ്ഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ. ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ എഡ്യൂക്കേഷൻ കൂട്ടുക. അവർക്ക് എലമെന്ററി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതല്ല. ഇഷ്യൂവിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള അവരുടെ അവയർനെസ് എല്ലാം കൂട്ടുക എന്നുള്ളത്. അവരെ ഇൻവെസ്റ്റേഴ്സിന്റെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക. അവരെ കൂടുതൽ വെൽ അവെയർ ആക്കി വെക്കുക എന്നുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? സെബിക്കായിരിക്കും. ഇനി ഇന്റർമീഡിയറ്റ്സിനെല്ലാം ട്രെയിനിങ് കൊടുക്കണം. സെക്യൂരിറ്റി മാർക്കറ്റിൽ വരുന്ന ഇന്റർമീഡിയറ്റ്സിൽ അല്ലെ പാർട്ടിസിപ്പൻസിനെല്ലാം ട്രെയിനിങ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം സെബിക്കായിരിക്കും. ഇനി പ്രൊമോഷൻ ഓഫ് ഫെയർ പ്രാക്ടീസസ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ഓൾ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ. എന്തൊരു ഫെയർ പ്രാക്ടീസുകൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യാൻ, കള്ളത്തരങ്ങളും വഞ്ചനയൊന്നും ഇല്ലാതെ നല്ല പ്രാക്ടീസ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യാനും റെഗുലേറ്ററി ഓർഗനൈസേഷൻസിന് വേണ്ട കോഡ് ഓഫ് കണ്ടക്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം കൊടുക്കുന്നതും സെബി ആയിരിക്കും. ഇനി റിസർച്ച് വല്ലതൊക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ അതും ഡെവലപ്മെന്റ് ഫംഗ്ഷൻ ആണ് സെബിയുടെ. കണ്ടക്ടിങ് റിസർച്ച് ആൻഡ് പബ്ലിഷിംഗ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ടു ഓൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. എല്ലാ ക്യാപിറ്റൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനും അഡിക്കേറ്റ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങൾ പബ്ലിഷ് ചെയ്യാനും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുകൾ കണ്ടക്ട് ചെയ്യുന്നതും സെബിയുടെ ഡെവലപ്മെന്റ് ഫംഗ്ഷന്റെ കീഴിലാണ് വരുന്നത്. അടുത്തത് റെഗുലേറ്ററി ഫംഗ്ഷൻസ് ആണ്. റെഗുലേറ്ററി ഫംഗ്ഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് റെഗുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുക. റെഗുലേറ്റിംഗ് ദ ബിസിനസ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് എനി അതർ സെക്യൂരിറ്റി മാർക്കറ്റ്.
സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെയും മറ്റ് സെക്യൂരിറ്റി മാർക്കറ്റുകളിലെയും ബിസിനസ് മൊത്തത്തിൽ റെഗുലേറ്റ് ചെയ്യേണ്ടത് സെബിയുടെ റെഗുലേറ്ററി ഫംഗ്ഷനിൽ വരും. രജിസ്റ്ററിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് സ്റ്റോക്ക് ബ്രോക്കർ, സബ് ബ്രോക്കർ, ഷെയർ ട്രാൻസ്ഫർ ഏജന്റ്സ്, bankers to an issue, trustee of trust deed, register to an issue, merchant bankers, underwriters, portfolio managers, investment advisors, and such other intermediary who may be associated with security market in any manner. എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കുറേ പാർട്ടിസിപ്പൻസ് ഉണ്ട്, അവരുടെ എല്ലാം പേരാണ് ഈ നിരത്തി എഴുതി ഇവിടെ വച്ചിരിക്കുന്നത്. ഇവരെ എല്ലാം എന്ത് ചെയ്യുക, ഇവരുടെ എല്ലാം പേരുകൾ രജിസ്റ്റർ ചെയ്യാനും അവരെ റെഗുലേറ്റ് ചെയ്യാനും അങ്ങനെ മൊത്തത്തിൽ ഇവരുടെ ഫംഗ്ഷനിങ്ങിനെ എല്ലാം ഒന്ന് ക്രോഡീകരിച്ച് സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതും സെബിയുടെ റെഗുലേറ്ററി ഫംഗ്ഷനിലാണ് വരുന്നത്. ഈ സസ്പെൻഡിങ് ഓർ ക്യാൻസലിംഗ് ദ രജിസ്ട്രേഷൻ ഓഫ് മാർക്കറ്റ് ഇന്റർമീഡിയറി. ഈ മാർക്കറ്റ് ഇന്റർമീഡിയറികളെ രജിസ്റ്റർ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും മാത്രമല്ല, വേണ്ടി വന്നാൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് അവരെ ക്യാൻസൽ ചെയ്ത് അവരെ സസ്പെൻഡ് ചെയ്ത് വിടാനുള്ള അധികാരം സെബിയുടെ റെഗുലേറ്ററി ഫംഗ്ഷനിലാണ് ഉൾപ്പെടുന്നത്. ഇനി രജിസ്റ്ററിംഗ് ആർ റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് ഡിപ്പോസിറ്ററി. ഇനി നമുക്ക് ഇവിടെ കുറേ ഡിപ്പോസിറ്ററീസ് വരുന്നുണ്ട്. ADR, GDR, IDR എന്നൊക്കെ പറഞ്ഞ് കുറേ ഡിപ്പോസിറ്ററീസിനെ കുറിച്ച് പഠിക്കണം. ADR എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡിപ്പോസിറ്ററി റിസർവ്, GDR എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഡിപ്പോസിറ്ററി റിസർവ്സ്, IDR എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഡിപ്പോസിറ്ററി റിസർവ്. അങ്ങനെ കുറേ ഡിപ്പോസിറ്ററീസ് ഉണ്ട്. ഇനി ആ ഡിപ്പോസിറ്ററിയുടെ പ്രവർത്തനങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യേണ്ടതും സെബിയുടെ റെഗുലേറ്ററി ഫംഗ്ഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അടുത്തത് രജിസ്റ്ററിംഗ് ആർ റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ആൻഡ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഇൻക്ലൂഡിംഗ് മ്യൂച്വൽ ഫണ്ട്. അത് കൂടാതെ ഇനി വേറെ കുറച്ച് ആൾക്കാരെയും കൂടെ രജിസ്റ്റർ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനുണ്ട്. അതാരൊക്കെയാണ്? വർക്കിംഗ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളെ റെഗുലേറ്റ് ചെയ്യുക. കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ, അതായത് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളെയും നമ്മൾ എന്ത് ചെയ്തോണം? റെഗുലേറ്റ് ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുന്നതും സെബിയുടെ റെഗുലേറ്ററി ഫംഗ്ഷനിലാണ് ഉൾപ്പെടുന്നത്. പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ. ഇനി സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അവരെയും പ്രൊമോട്ട് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും സെബിയാണ്. ഈ പ്രൊഹിബിറ്റിംഗ് ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് റിലേറ്റിംഗ് ടു സെക്യൂരിറ്റി മാർക്കറ്റ്. ഇതാണ് ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. എന്ത് ചെയ്യുക, നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസുകളോ അൺഫെയർ ട്രേഡ് പ്രാക്ടീസുകളോ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രൊഹിബിറ്റ് ചെയ്യേണ്ടത് ആരാണ്? സെബി ആയിരിക്കും. ഇനി അടുത്തത് പ്രൊഹിബിറ്റിംഗ് ഇൻസൈഡർ ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റി. സെക്യൂരിറ്റിയിൽ നമ്മൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തും. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് ഒന്ന് ഓർത്ത് വെച്ചോണം. ഇൻസൈഡർ ട്രേഡിംഗ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ തടയേണ്ടത് സെബി ആയിരിക്കും. ഇനി എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടത്തി തീരുമാനം എടുക്കേണ്ടതും സെബിയാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ബിസിനസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്, ദെയർ ട്രസ്റ്റി ആൻഡ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച്, അവരുടെ ട്രസ്റ്റികളെ കുറിച്ച്, അവരുടെ മാനേജ്മെന്റ് എങ്ങനെയാണ്, അതിനെക്കുറിച്ചെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതും അവരുടെ ബിസിനസ്സുകളെല്ലാം ഒന്നുകൂടെ ഓവർവ്യൂ ചെയ്യേണ്ടതും സെബി ആയിരിക്കും. റെഗുലേറ്റിംഗ് സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻസ്, ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ ഓഫ് കമ്പനി. ഇനി മെർജർ അക്വിസിഷൻ അങ്ങനത്തെ വല്ല ഇടപാടുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിനെയും റെഗുലേറ്റ് ചെയ്യേണ്ടതും സെബി തന്നെ ആയിരിക്കും. അപ്പോൾ സെബിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ മാനേജ്മെന്റ്, എന്നാണത് ഫോർമുലേറ്റ് ചെയ്തത്, റെഗുലേറ്ററി ഫങ്ഷൻസ് ഏതൊക്കെയാണ്, ഡെവലപ്മെന്റ് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചത്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും പോയിന്റുകളിൽ ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്.